ഇന്ന് ലീവ് ആയതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ പള്ളി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നേരെ പള്ളിയിലേക്ക് നടന്ന് വരും. ചേച്ചിയുടെ വീടെത്തിയപ്പം ചേച്ചി നേരത്തെ വന്നു കേട്ടോ. അവന് കാലുവേദനയാണെന്ന് പറഞ്ഞ് പതിയാണ് കേട്ടോ വന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവന് വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ കൈ പിടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. അവൻ സ്പീഡിൽ നടക്കാനായിട്ട് കൈ പിടിച്ചുകൊണ്ടൊക്കെയാണ് വന്നത്. രാവിലെ ഇങ്ങനെ പള്ളിയിൽ പോകാൻ ഭയങ്കര രസമുണ്ട്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ പള്ളിയിൽ പോകാൻ. നല്ല ചെറിയ തണുപ്പുണ്ടായിരുന്നു. ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അപ്പം നമ്മൾ പിന്നെ കുർബാനയ്ക്ക് ഞങ്ങളാണ് കേട്ടോ പാട്ടൊക്കെ പാടിയത്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സിസ്റ്ററിനടുത്ത് അറ്റൻഡൻസ് ഇടാൻ പോവാണ് കേട്ടോ. ഫുൾ അറ്റൻഡൻസ് ഉള്ളവർക്ക് സമ്മാനം ഇടുന്നതാണ് കേട്ടോ അച്ഛൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അറ്റൻഡൻസ് ഇടാനായിട്ട് സിസ്റ്ററിനടുത്ത് വന്നു കേട്ടോ. പിന്നെ അറ്റൻഡൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ലീന സിസ്റ്ററാണ് കേട്ടോ ഇത്. സിസ്റ്റർ പിന്നെ പോവുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാണ്. നല്ല സിസ്റ്ററായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ ആഞ്ചലോങ്ങളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. പിന്നെ ടെസ് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പതിയെ പോവാണ് കേട്ടോ. അപ്പം ചേച്ചിയുടെ വീടെത്തിയപ്പോൾ ചേച്ചിയുടെ ആൻറ്റിയും ചേച്ചിയൊക്കെ ടാറ്റ തന്നിട്ട് പോയിട്ട്, പിന്നെയും ടാറ്റയൊക്കെ തന്ന് യാത്രയൊക്കെ പറഞ്ഞ് അവർ പോയിട്ടു. പിന്നെ അൻഷി ചേച്ചിയുടെ വീടെത്തിയപ്പോൾ അവരിങ്ങനെ യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കഥ കുറച്ച് നേരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടോ ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നത്. അപ്പം പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി സെറ്റായപ്പോഴത്തേനും ബിജു അങ്കിൾ പാലും കൊണ്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ നേരെ പാലൊക്കെ വാങ്ങിച്ചിട്ട് വരുവാണ് കേട്ടോ. ഇപ്പോൾ 8:30 ആകുമ്പോഴാണ് കേട്ടോ ബിജു അങ്കിൾ വരുന്നത്. ഉച്ചയൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി തന്നു കേട്ടോ. ഭയങ്കര ചൂടുള്ള സമയത്ത് ഈ തണുപ്പ് ഉള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പറമ്പിൽ പോയി കുറച്ച് ഓലയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ, നമുക്ക് ഈർക്കിലി ശരിയാക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ കുത്തിയിരുന്നത് ആ ഈർക്കിലൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഈർക്കിലിയായിട്ട് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ളത്. ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ ഞാൻ കുളിച്ച് നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഞാൻ പ്രാർത്ഥന ചൊല്ലാനായിട്ട് ഞാനാണ് കേട്ടോ എപ്പോഴും പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത്. പിന്നെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അപ്പം ഫുഡൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ടാണ് കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നത്. കുറച്ചധികം ചോറായിപ്പോൾ എങ്കിലും ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു കേട്ടോ. എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനങ്ങനെ കുടിച്ചു കേട്ടോ. നിങ്ങൾ ട്രൈ നോക്കട്ടോ, അടിപൊളി സംഭവമാണ്. അപ്പോൾ ചാ